ഹലോ ഗായ്സ്, വെൽക്കം. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഞാൻ ഇതിനു മുമ്പ് ലോങ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കരുതി ഒരു ജേർണലിംഗ് വീഡിയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂണിലാണ്. എന്നാൽ 1-2 വീഡിയോ എടുത്ത് ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. കാരണം ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സിനോടും ഫാമിലിനോടും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 0 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഷോട്ടിന് വ്യൂസ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതാ ഒരു 10 ദിവസത്തോളം ആയിട്ടേ ഉള്ളൂ. ഒരു ജൂലൈ 24-നായിരുന്നു ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു 10 വ്യൂസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആകെ തളർന്നു പോയ പോലെയായി. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തു. അപ്പം ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ വ്യൂസ് റാപ്പിഡായിട്ട് ഇൻക്രീസ് ആവാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ, നമ്മളിടുന്ന വീഡിയോസ് കാണാനും ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ഫോണിൽ ഇങ്ങനെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് കണ്ടന്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ വീഡിയോ ആരെങ്കിലും ശ്രദ്ധിക്കുമോ എന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ഡൗട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കരുതി ആദ്യം ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫേസ്ലെസ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാമെന്ന്. കാരണം എങ്ങാനും ചാനൽ ഫ്ലോപ്പ് ആയാലും വേഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. കഥ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ പ്രധാന വിഷയത്തിലെത്തിയില്ല. ഇന്ന് ഞാനൊരു ജേർണലിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതൊരു പർപ്പിൾ തീമിലുള്ള ജേർണലാണ് ചെയ്യുന്നത്. പേർപ്പിൾ തീമായതുകൊണ്ട് പേർപ്പിൾ കളറിലുള്ള കുറച്ച് ജേർണൽ സപ്ലൈസ് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചതാണ്. ഈ ഒരു സപ്ലൈസ് എല്ലാം തന്നെ എനിക്ക് പിൻട്രസ്റ്റിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. പിൻട്രസ്റ്റ് കയറി നമ്മൾ ജേർണൽ സ്റ്റിക്കേഴ്സ് അടിച്ചു കൊടുത്ത് ഒരുപാട് സ്റ്റിക്കേഴ്സ് അവിടെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്ത് അവിടെയുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സ് ചിലപ്പം പല സൈസിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ സൈസ് നമുക്ക് A4 സൈസിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. A4 സൈസിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാൻവയാണ് യൂസ് ചെയ്യുന്നത്. ക്യാൻവയിൽ കയറിയാൽ നമുക്ക് ഏത് സൈസിലേക്ക് വേണമെങ്കിലും ഒരു പിക്ചർ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു A4 ഷീറ്റിൽ തന്നെ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 2 പിക്ചേഴ്സ് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്ത പിക്ചേഴ്സ് നമുക്ക് കടയിൽ കൊടുത്ത് 10 രൂപയ്ക്കൊക്കെ പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന സ്റ്റിക്കേഴ്സ് എല്ലാം തന്നെ ഞാൻ അങ്ങനെ പ്രിൻ്റ് എടുത്തതാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ഗോൾ വെച്ചിട്ടുള്ള ജേർണലാണ് ചെയ്യുന്നത്. ഗോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കറക്റ്റായിട്ടുള്ള യൂട്യൂബിൻ്റെ ഗോൾസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്ന ഓഡിയൻസിൻ്റെ അടുത്താണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ടേബിൾ വൈറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് ടേബിൾ സ്റ്റിക്കർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മീഷോയിലായിരുന്നു ഓർഡർ ചെയ്തത്. അത് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ട് 10 ദിവസത്തിലും കൂടുതലായിട്ടുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല. അത് എത്തിക്കഴിഞ്ഞിട്ട് എൻ്റെ ടേബിളൊന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ഈ ഒരു വുഡൻ ടേബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഒരു വൈറ്റ് ടേബിൾ ആകുമ്പോഴാണ് നല്ലൊരു എസ്തെറ്റിക് ആയിട്ട് ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടേബിൾ ഷീറ്റ് ഓർഡർ ചെയ്തത്. ജേർണൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ തന്നെ ജേർണലിങ് ചെയ്യണം എന്നായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എല്ലാ മാസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ജേർണൽ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. എന്നാലും പറ്റുന്നത് പോലെ ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാനിങ്ങനെ ജേർണൽ ചെയ്യാനൊക്കെ ഇഷ്ടമെന്ന് പറയുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട്, ഈ ജേർണൽ ചെയ്തിട്ട് ഇപ്പോൾ എന്താ കിട്ടുന്നതെന്ന്. ജേർണൽ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ജേർണലിങ് കൊണ്ട് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സ്വന്തമായിട്ടൊരു സെൽഫ് അവെയർനെസ് ഉണ്ടാവാനും ഈ ജേർണലിങ് കൊണ്ട് സഹായിക്കും. ഇതുവഴി നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് അത് ട്രാക്ക് ചെയ്യാനും പറ്റും. റെഗുലറായിട്ട് ഇങ്ങനെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും.
ഉറങ്ങുന്നതിൻ്റെയൊക്കെ തൊട്ട് മുമ്പ് ഇങ്ങനെ ജേണൽ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ മൈൻഡിനെ കാമാക്കി ഒരു ബെറ്റർ സ്ലീപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ജേണലെല്ലാം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു സെൻറ്റഡ് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ അതൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കും. അപ്പോൾ പിന്നെ ഒരു നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു വൈബിൽ ഇങ്ങനെ ജേണൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ മൈൻഡിനെയൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഈ ജേണലിംഗ് ഒക്കെ ചെയ്തു തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ഒരു ജേണൽ പേജ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. എന്നെ പോലുള്ള പുതിയ യൂട്യൂബേഴ്സിന് അതൊരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും.